ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. എല്ലാ വർഷവും ഫെബ്രുവരി 13 ലോകമെമ്പാടും റേഡിയോ ദിനമായി ആഘോഷിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റേഡിയോ ശൃംഖലയാണ് നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ. രാജ്യത്ത് 99.2% ആളുകൾക്ക് ഇന്ത്യയിൽ റേഡിയോ സിഗ്നലുകൾ ലഭ്യമാണ്. ഈ വർഷത്തെ റേഡിയോ തീം എ സെഞ്ചുറി ഇൻഫർമേഷൻ, എന്റർടൈൻമെന്റ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ്. ഒരു 100 വർഷത്തെ റേഡിയോ പരിപാടികളുടെ, റേഡിയോ തന്നിട്ടുള്ള സംഭാവനകളെ, നമുക്ക് തന്ന അറിവുകളെയും നമ്മളെ വിനോദത്തിനും പഠനത്തിനും ഒക്കെ നമ്മളെ സഹായിച്ചതിനെ ഒന്ന് തിരിഞ്ഞു നോട്ടമാണ്. ഈ സമയം സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പല വ്യത്യസ്തങ്ങളായ പരിപാടികളും നൽകുവാൻ റേഡിയോയ്ക്ക് കഴിഞ്ഞത് വളരെ സന്തോഷത്തോടെയാണ് നാം ഓർക്കുന്നത്. ഒരു കാലത്ത് ഗ്രാമത്തിന്റെ ഘടികാരമായിരുന്നു റേഡിയോ. അതോടൊപ്പം നമ്മുടെ രാജ്യത്തുണ്ടായ പല ദുരന്തങ്ങളെയും അതിജീവിക്കുവാൻ നമ്മുടെ സമൂഹത്തെ സഹായിച്ചത് റേഡിയോയുടെ പങ്ക് വളരെയാണ് എന്നത് നാം ഈ സമയം മറക്കുവാൻ സാധ്യമല്ല. നാം അത് നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ഫീബ ഓൺലൈൻ മലയാളം ലൈവിൽ നാം ഇതിന്റെ 2ാമത്തെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ പ്രോഗ്രാമിൽ റേഡിയോയുടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളെ പറ്റിയും റേഡിയോയുടെ സ്വാധീനത്തെ പറ്റിയുമൊക്കെയാണ് നാം സംസാരിച്ചത്. ഇന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ വളരെ പല ചാനലുകളും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്റർനെറ്റ് യുഗത്തിൽ റേഡിയോ എങ്ങനെയാണ് അതിന്റെ നിലനിൽപ്പും റേഡിയോ എങ്ങനെയാണ് അതിന്റെ സ്ഥാനം വഹിച്ചതും എന്നാണ് ഇന്ന് നമ്മൾ 2ാമത്തെ പ്രോഗ്രാമിൽ ചർച്ച ചെയ്യുന്നത്. ഇന്നും നമ്മോടൊപ്പം റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോ റിട്ടയർഡ് അസിസ്റ്റന്റ് പ്രോഗ്രാം ഹെഡ് ബിജു മാത്യു സാർ നമ്മോടൊപ്പമുണ്ട്. സാറ് ഓൾ ഇന്ത്യ റേഡിയോയിലെ ശ്രോതാക്കളുടെ സുഹൃത്തും അനേകം ദേശീയ അന്തർദേശീയ അവാർഡുകളുടെ ഉടമയുമാണ്. ഈ റേഡിയോ ദിനത്തിന്റെ 2ാമത്തെ ഈ ഭാഗത്തിൽ നമ്മളോടൊപ്പം സാറ് തുടർന്ന് സംസാരിക്കുന്നു. ബിജു മാത്യു സാറിനെ ഫീബ ഓൺലൈൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ോടുകൂടി ആ ഒരു ഫോർമാറ്റിൽ നിന്ന് നമ്മൾ മാറി ഇന്ററാക്റ്റീവ് പ്രോഗ്രാംസ് വന്നു. ഇന്ററാക്റ്റീവ് പ്രോഗ്രാംസ്, ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാംസിന്റെ അകത്തൊക്കെ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ കൊണ്ടിരുത്തിയിട്ട് അവരുടെ പ്രശ്നങ്ങള്, ഒരു ഡോക്ടർ വന്നിരുന്നിട്ട് ഏതെങ്കിലും രോഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു 15 പേര് ആ കോളിൽ സംസാരിക്കുമെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അത് പ്രയോജനപ്പെടുന്നത്. ആയിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു മാർഗനിർദ്ദേശം ഇദ്ദേഹത്തിന്റെ ഈ ഒരു മണിക്കൂർ ഇന്ററാക്ഷനിൽ നിന്ന് അവർക്കും കൂടെ ലഭിക്കുകയാണ്. ചോദിച്ച ആൾക്ക് മാത്രമല്ല. അപ്പം ജനറലായിട്ട് അവരുമായിട്ട് ആ വിഷയത്തെ കുറിച്ച് ഞങ്ങൾ കൂടെ ഇരിക്കുന്ന ഹോസ്റ്റ് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവർക്ക് വേറെ ഒരിടത്തും പോയിപ്പോ ആശുപത്രി ചെന്നിട്ട് ഒരു ഡോക്ടറോട് ഇങ്ങനെയൊക്കെ ജനറലായിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ശാസ്ത്രജ്ഞനെ വിളിച്ചിരുത്തിയിട്ട് ഇതുപോലെ സംസാരിക്കാനൊക്കെ ഇല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഫീഷ്യലിനെ വിളിച്ച് അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു വേദി നമ്മൾ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ ഒരു ഇന്ററാക്റ്റീവ് പ്രോഗ്രാംസിന്റെ ഒരു പോപ്പുലാരിറ്റി, അതുപോലെ സെലിബ്രിറ്റീസിനെ കൊണ്ടെത്തിയിട്ട് അവരോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് മോഡ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നതിന് ശേഷമാണ് ഈ സോഷ്യൽ മീഡിയ വരുന്നത്. അപ്പോൾ ഓൾറെഡി ഈ സോഷ്യൽ മീഡിയയെ അഡ്രസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു റേഡിയോ. ഇന്ററാക്ഷൻ ജനങ്ങൾക്ക് കിട്ടിയതാണല്ലോ ഈ സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എല്ലാവരും പത്രപ്രവർത്തകരും എല്ലാവരും ഫോൾട്ട് ഫൈൻഡിങ് മെഷീനുമായി മാറുകയാണല്ലോ സോഷ്യൽ മീഡിയ ഒന്നുകൂടി യൂസ് ചെയ്ത്. ആ ഇന്ററാക്ഷൻ എന്നുള്ള ആ ഒരു ചാൻസ് നമ്മൾ ഇവിടെ റേഡിയോയിൽ ഓൾറെഡി റേഡിയോ അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ സോഷ്യൽ മീഡിയ വരുന്നത്. ആക്ച്വലി സോഷ്യൽ മീഡിയ ബേസ്ഡ് ഉള്ള പ്രോഗ്രാംസിലേക്ക് നമ്മൾ അതുകൂടെ ആഡ് ചെയ്താൽ മാത്രം മതി. ഇമെയിലിലൂടെ ആളുകൾക്ക് പ്രോഗ്രാം ആവശ്യപ്പെടാം, അല്ലെങ്കിൽ വാട്സപ്പ് ആവശ്യപ്പെടാം. അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സോഷ്യൽ മീഡിയ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ഇതിലൂടെയും ഉള്ള പ്രോഗ്രാംസ് ആരംഭിച്ചു. അതുപോലെ നമ്മൾ നെറ്റിൽ റേഡിയോയുടെ സാന്നിധ്യം കൂടി എല്ലാം ലൈവ് സ്ട്രീം ചെയ്യാൻ തുടങ്ങി. കോവിഡ് ഒക്കെ വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. കാര്യം ഓൾറെഡി നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് എല്ലാ ടോക്കേഴ്സിനെയും നമ്മൾ ഓൺലൈനായിട്ട് റെക്കോർഡ് ചെയ്യുകയും വളരെ ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്തു. വളരെ ഈസി ആയിട്ട് എല്ലാവരും വീടുകളിൽ ഇരുന്നാണെങ്കിൽ പോലും ഈ
ഫോണിലൂടെ വിളിക്കുക, അവർ ഫോണിലൂടെ വിളിക്കുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മൾ വീട്ടിലിരുന്ന് എഡിറ്റ് ചെയ്ത് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റുഡിയോയിലേക്കൊക്കെയും ആ ടെക്നോളജി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നത് കൊണ്ട് ഒരു പ്രയാസവും നേരിടാതെ നമുക്ക് ഒരു ഇൻട്രപ്ഷനും ഇല്ലാതെ ഒരു ദിവസം പോലും നിർത്തിവെക്കാതെ ഒരുപാട് ഉപകാരപ്രദമായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി. അതുപോലെയാണ് നമ്മൾ തുടക്കത്തിൽ സാർ സൂചിപ്പിച്ച പോലെ ഈ ഡിസാസ്റ്ററിന്റെ സമയത്തുണ്ടാവുന്നത്. മാനേജ്മെന്റ് എക്സ്പേർട്സ് പറയുന്ന അവരുടെ കിറ്റിലെ രണ്ടാമത്തെ ഐറ്റം ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ കൈ കരുതുക എന്നുള്ളതാണ്. ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മളൊരു തുരുത്തിലാകപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് വേറൊരിടത്തോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ ടവർ ഇല്ല, ലൈറ്റ് ഇല്ല, വെട്ടമില്ല, നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ല, ഫോൺ വിളിക്കാനൊക്കെ ഇല്ല, മൊബൈലെല്ലാം ഔട്ട് ഓഫ് ഇതായി, ചാർജ് പോയി. അങ്ങനെ ഉണ്ടെങ്കിൽ റേഡിയോയിലെ സെറ്റില് നിങ്ങൾക്ക് മാസങ്ങളോളം വേണമെങ്കിലും ഈ റേഡിയോ സെറ്റ് വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഇതിൽ കൂടെ വരുന്നത് നിങ്ങൾക്ക് കൃത്യമായി കിട്ടി അതനുസരിച്ച് പ്രവർത്തിച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും. അപ്പം ആ ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ എമർജൻസി ബ്രോഡ്കാസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ള ആ ഒരു ഇത് വളരെയധികം എഫക്റ്റീവായിട്ട് റേഡിയോ എല്ലാ കാലത്തും ലോകമെമ്പാടും ഉപയോഗിച്ചിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് റേഡിയോ വഹിച്ച പങ്ക് നമ്മൾ കണ്ടതാണ്. തീർച്ചയായും ആണെങ്കിലും ഓൾ ഇന്ത്യ റേഡിയോ ആണെങ്കിലും പ്രൈവറ്റ് എഫ് എം ആണെങ്കിലും ഫുൾ ടൈം സഹായമായിട്ടുണ്ടായിരുന്നു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ. ആ സമയത്ത് പല മൊബൈലും വർക്ക് ആകുന്നില്ലായിരുന്നു, പലപ്പോഴും നമുക്ക് കറണ്ട് ഇല്ലായിരുന്നു, എല്ലാ മാധ്യമങ്ങളും സ്റ്റക്കായി നിന്ന സമയത്ത് റേഡിയോയിൽ മാത്രമായിരുന്നു ഒരാളായിരുന്നവരാണ് അസറ്റായിട്ട് മാറിയത്. അപ്പൊ അത് ഒരുപാട് തലത്തിൽ ഒരുപാട് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ഒരു സുഹൃത്തായി മാറുന്നു എന്നുള്ളതാണ് റേഡിയോയുടെ. ഒരു കാലത്തും ഒരു ടെക്നോളജി വന്നെന്ന് വെച്ച് റേഡിയോ പിന്നോക്കം പോവുകയോ അല്ലെങ്കിൽ അത് തള്ളപ്പെടുകയോ ചെയ്യാൻ പറ്റില്ല. ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാം. ആദ്യം ഒരു പുതിയ ടെക്നോളജിക്കും കുറെ നേരത്തേക്ക് അതിലൊരു അട്രാക്ഷൻ വരുമ്പോഴത്തേക്കിന് ഇതിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കാം, പക്ഷെ സ്വാഭാവികമായിട്ട് തിരിച്ചു വരും. അതിന്റെ ആ ഒരു പകുതി കഴിയുമ്പോൾ തിരിച്ച് റേഡിയോയിലേക്ക് തന്നെ വരുന്ന ഒരു അവസ്ഥയാണ് എല്ലാ കാലത്തും. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആളുകൾ പത്രം വായിക്കാനും അതുപോലെ പത്രത്തെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത പോലെ തന്നെ റേഡിയോയെ വേറൊരു മാധ്യമത്തിന് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മുടെ ഓരോ ദിവസത്തെ വാർത്തകൾ തെളിയിക്കും. നടക്കുന്ന സംഭവം അതേ സമയം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയാണ്. ടി വിയിൽ പോയി ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് കാണിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് അപ്പോ തന്നെ ആ ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നു. ഓൺ ദ സ്പോട്ട് ലൈവിൽ പോവാം. ഒരുപാട് അതുപോലെ കമന്ററികളാണെങ്കിൽ ഒരുപാട് ഫോർമാറ്റ് റേഡിയോയ്ക്കുണ്ട്. മറ്റു ഒരു മാധ്യമത്തിന് പോലെ വൈവിധ്യമാർന്ന നിരവധി പ്രോഗ്രാം ഫോർമാറ്റുകൾ നമുക്കുണ്ട്. ഏത് തരത്തിലുള്ള ആളുകൾക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്ന തരത്തിലുള്ള, ഇപ്പം വോക്സ് ആളുകളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ അല്ലെങ്കിൽ റേഡിയോ റിപ്പോർട്ട് എന്നുള്ള ഫോർമാറ്റ്, ഡോക്യുമെന്ററീസ്, ഫീച്ചേഴ്സ്, ഡ്രാമ, തന്നെ വിവിധ ഏത് ചാനലിലോ അല്ലെങ്കിൽ ഏത് പത്രത്തിലോ ഏത് മാഗസിനിലോ കാണുന്ന ഏത് ഫോർമാറ്റും റേഡിയോ രൂപം നമുക്ക് റേഡിയോയിൽ അവൈലബിൾ ആണ്. ഇവർ കാണുന്ന ഒരുപാട് രൂപങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതാണ് റേഡിയോയുടെ ഒരു അഡ്വാൻറ്റേജ്. വൈവിധ്യമായ രൂപത്തിൽ പരിപാടികളെ നമുക്ക് ഈ മൊണോട്ടോണി ഒഴിവാക്കി അല്ലെങ്കിൽ ഒരു വിരസതയില്ലാത്ത തരത്തിൽ എഫേർട്ട് എടുക്കുവാണെങ്കിൽ ചെയ്യാവുന്ന തരത്തിലുള്ള സാധ്യതകൾ ഉണ്ട്. അത് എളുപ്പിക്കുകയും ചെയ്യാം. നമുക്കൊരു കാട്ടിൽ പോയി ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വിഷ്വൽ പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ ഈ ക്രൂവിനെ എല്ലായിട്ട് അവിടെ പോയി ചെയ്യുന്നതിനുള്ള ചെലവ് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഭീമമായിരിക്കുക. കാട്ടിലെ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ കാടിന്റെ എഫക്റ്റ് ബാക്കിൽ ഇട്ടിട്ട് ഇവര് പതുക്കെ ഹസ്കിയായിട്ട് സംസാരിച്ചാൽ മതി, കാടാണെന്നുള്ള ജനം മനസ്സിലാക്കിക്കോളും. മാധ്യമമാണ് ബ്രോഡ്കാസ്റ്റ് വൈസ് ആണെങ്കിലും അതിന്റെ എക്യുപ്മെന്റ് ആണെങ്കിലും എല്ലാം. ഇപ്പൊ നമുക്കറിയാം ഒരു കമ്മ്യൂണിറ്റി റേഡിയോ പ്രവർത്തിക്കുന്ന ഒരു റേഡിയോ സ്റ്റേഷനാണത്. അതിന് എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്? വളരെ എമൗണ്ടേ ഉള്ളൂ. അപ്പൊ ഒരു സ്റ്റേഷൻ പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും റേഡിയോയുടെ സ്വാധീനം അത് ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളുടെ വളരെ ചാനലുകൾ നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ കഴിയുമ്പോൾ തന്നെ റേഡിയോയിൽ ന്യൂസ് ഓൺ എയർ എന്ന് പറയുന്ന ആ ഒരു മാധ്യമ ആപ്പിലൂടെ തീർച്ചയായും എനിക്കൊന്ന് 56 ദശലക്ഷം ആളുകളാണ്, അതിലും കൂടുതൽ ഓരോ മാസവും ആളുകൾ കേൾക്കുന്നു എന്നുള്ളതാണ് റേഡിയോയുടെ ഒരു കണക്ക് ഞാൻ വായിച്ചത്. ഇന്ത്യയില് 99.2% ആളുകൾക്കും റേഡിയോ സിഗ്നൽസ് അവൈലബിൾ ആണ്. ഇപ്പൊ മൊബൈൽ ടെക്നോളജിയും കൂടെ വന്നതോടുകൂടി എനിക്ക് വന്ന് 100 എന്ന് തന്നെ പറയാം. കാര്യം എല്ലാവർക്കും അവൈലബിൾ ആയി മാറിയത്. സിഗ്നൽ അവൈലബിൾ ആണ് എല്ലായിടത്തും.
ഈ ഒരു റേഡിയോ ദിനത്തിൽ കഴിഞ്ഞ ഒരു തിരിഞ്ഞുനോട്ടം, റേഡിയോയോടൊപ്പം യാത്ര ചെയ്ത ജീവിതാനുഭവങ്ങളെ പറ്റി ഒന്ന് വിലയിരുത്തുമ്പോൾ എന്തായിരിക്കും ഞങ്ങളുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്? റേഡിയോ നിങ്ങളുടെ സുഹൃത്താണ്. റേഡിയോ ഒരു കാലത്തും നിങ്ങൾക്ക് മോശമായി സംഭവിക്കുന്ന ഒന്നിനെ കുറിച്ചും നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാറില്ല. നിങ്ങളെ എപ്പോഴും സഹായിക്കുന്ന, എല്ലാവരെയും സഹായിക്കാൻ എപ്പോഴും സന്നദ്ധരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് റേഡിയോ പറയുന്ന പ്രസ്ഥാനം. റേഡിയോയിലൂടെ വളരെ സിമ്പിളായി നിങ്ങളുമായിട്ട് എല്ലാ വിവരങ്ങളും പങ്കുവെക്കാൻ എപ്പോഴും തയ്യാറായിട്ടുള്ള ആളുകൾ എപ്പോഴും ഉണ്ടാവും. അത് ഇനിയും ഉണ്ടാവും, ഇതുവരെ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവും. അതുകൊണ്ട് റേഡിയോ എന്നുള്ളതിനൊപ്പം തന്നെ സഞ്ചരിക്കുക, നിങ്ങൾക്ക് നന്മ മാത്രം ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും റേഡിയോടൊപ്പമുള്ള സഞ്ചാരം അത് നമ്മെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല, തെറ്റായ വാർത്തകൾ തരികയില്ല, നമ്മളെ ദോഷമായിട്ടുള്ള വഴിയിലേക്ക് അത് നടത്തുക. അതാണ് റേഡിയോയുടെ ഏറ്റവും വലിയ വിശ്വാസ്യത എല്ലാ മനുഷ്യന്റെയും ഉള്ളത്. റേഡിയോ ഡോക്യുമെന്ററി ആയിരുന്നു സാറിന്റെ ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് അല്ലേ സാറ്? അതിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നു. യാത്ര ചെയ്യുമ്പോൾ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ ജേർണലിസം സ്റ്റുഡൻസുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ പറയാം. നിങ്ങൾ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ യാത്രകൾ ചെയ്യണം. യാത്ര ചെയ്യുമ്പോൾ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യണം, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡോക്യുമെന്ററിക്കുള്ള ടോപ്പിക്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങളത് കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുമെന്നുള്ള തോന്നുന്ന ടോപ്പിക്സ് എടുത്ത് നിങ്ങളത് ഡെവലപ്പ് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് മുഴുവൻ പഠിച്ചിട്ട് അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും പഠിച്ചിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ എഴുതാനിരിക്കുക. അപ്പം നിങ്ങൾക്കൊരു നല്ല പ്രൊഡ്യൂസറായി മാറാൻ പറ്റും. അതാണ് അതിൻ്റെ. നമ്മൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു ഡോക്യുമെന്ററി ഉണ്ടാകത്തുള്ളൂ. നമ്മളൊരു ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ അതിൻ്റെ ഏതെല്ലാം ആംഗിളിൽ നിന്ന് നിങ്ങൾക്ക് അതിനെ ആ ടോപ്പിക്കിനെ നോക്കാൻ പറ്റുമോ അതെല്ലാ ആംഗിളിൽ നിന്ന് അതിനെ നോക്കി അത് വേണ്ട എല്ലാ വിവരങ്ങളും ശേഖരിച്ച്, നിങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങളുടെ ഒരു 100 വരെ അംശമായിരിക്കും ആ ഡോക്യുമെന്ററിയിൽ വരുന്നത്. പക്ഷെ അത് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും അതിൽ വരുന്നത്. അപ്പം അത്രയും എഫേർട്ട് എടുത്താണ് ആ ഒരു ഡോക്യുമെന്ററി പ്രൊഡ്യൂസർ ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആളുകൾ അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത്. എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ഇംഗ്ലീഷിൽ എഴുതിയ ഡോക്യുമെന്ററികൾ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുള്ളത്. ചിലപ്പം മലയാളത്തിൽ എഴുതിയിട്ട് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസൊക്കെ അയക്കുന്നത് ഇംഗ്ലീഷിലാണ് അയക്കേണ്ടത്. അപ്പം ഇംഗ്ലീഷിൽ ആദ്യമേ ചെയ്തിട്ട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ, മലയാളത്തിൽ എഴുതി പിന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമ്മൾ ആ ടോപ്പിക്കിന്റെ എല്ലാ വശങ്ങളും നമ്മൾ നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് നല്ലൊരു ജേർണലിസ്റ്റിക് അപ്രോച്ചാണ് അതിന് വേണ്ടത്, സത്യം പറഞ്ഞാൽ. തീർച്ചയായിട്ടും സാറിന്റെ അവാർഡുകളെ പറ്റി, നാഷണൽ അവാർഡുകളും അല്ലെ ഇന്റർനാഷണൽ അവാർഡുകളൊക്കെ നോക്കുമ്പോൾ ഡോക്യുമെന്ററികൾ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്, പല നാടിനെ സ്വാധീനിച്ചിട്ടുണ്ട്. നാടിന്റെ കഥയായിട്ടും വ്യക്തികളുടെ കഥയായിട്ടും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചിലപ്പം നമ്മൾ ടിവിയിൽ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകൾ, അവർ സംസാരിക്കുക, അവരെ കാണുകയോ അവരെ അറിയുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ വളരെ പോപ്പുലർ ആകാറുണ്ട്. എന്നാൽ റേഡിയോയിൽ പറയുന്ന ആളുകൾ അവർക്കൊരു മുഖമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആളുകൾ എങ്ങനെയാണ് നമ്മളെ തിരിച്ചറിയുന്നത്? വെളിയിൽ പോകുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു മുഖമില്ലല്ലോ. അപ്പൊ അതെന്തായിരുന്നു? ആ ഒരു സാഹചര്യത്തെ പറ്റി എന്താ പറയുക? ശബ്ദം കേട്ട് തിരിച്ചറിയുന്നു. ഇപ്പൊ നമ്മൾ ഇടുക്കിയിൽ, ഞാൻ ദേവികുളത്ത് 6 കൊല്ലം വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഇടുക്കിയിൽ റേഡിയോ പ്രോഗ്രാംസ് ഒരുപാട് പോപ്പുലറാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ കടയിലൊക്കെ ഒന്ന് സംസാരിക്കുന്ന, ചായക്കടയിലൊക്കെ ഒന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കേട്ട് ആളുകളൊന്ന് ചോദിക്കും, ഇന്ന ആളെല്ലാം ചോദിക്കും. ഞാൻ ഇതുപോലെ ഒരു ലൈവ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചൊരു പമ്പിൽ ചെന്ന് പെട്രോൾ അടിക്കാനായിട്ട് പെട്രോൾ ഇങ്ങനെ എത്ര രൂപയ്ക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സാറാണോ ഇപ്പൊ റേഡിയോയിൽ ഉണ്ടായിരുന്നത്? സാറിന്റെ ശബ്ദം പോയിട്ടില്ല. ഇവിടെ ശബ്ദം വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ സ്ഥിരമായിട്ട് നമ്മളൊരു സീരീസ് പോലെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി, പ്രത്യേകിച്ച് മോർണിംഗ് ടൈമിലൊക്കെ ഉള്ള പ്രോഗ്രാംസ് ചെയ്യുകയാണെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്യും. ശബ്ദത്തിലൂടെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഒരുപാട് പേർക്ക് ഒരു മാധ്യമം ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. അവരൊക്കെ ആക്സസ് ചെയ്യുന്നത് ഇതാണ്. അവര് പക്ഷെ മറ്റുള്ളവർ ആക്സസ് ചെയ്യാൻ പോലെ അവരങ്ങ് ഹൃദയം കൊണ്ടങ്ങ് ഈ റേഡിയോ അങ്ങ് പ്രണയിച്ച് അതിലങ്ങ് അലിഞ്ഞു ചേരുന്ന ആളുകളാണ്. അപ്പൊ അവര് വിളിച്ച് നമ്മളോടൊക്കെ സംസാരിച്ച് നമ്മളത് അവർക്ക് മറുപടി പറയാന്നൊക്കെ ചെയ്യുന്ന അവർക്ക് ഭയങ്കര, അവർക്കൊരു ഒരു ജന്മസാഫല്യം ലഭിച്ച ഒരു പ്രതീതിയാണ്. നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ളവരുടെ കോളുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കാര്യം അവർ നിർത്തില്ല. നമുക്കൊരു ബാധ്യതയായി തോന്നാം ചിലർക്കെങ്കിലും. പക്ഷെ അത് അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം നമ്മളോട് സംസാരിക്കുമ്പോഴത്തേക്കിന് ഒരു സ്വർഗം കിട്ടിയ സന്തോഷമാണ്.
തീർച്ചയായിട്ടും ആകാശവാണി എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്നുള്ള വാണിയല്ലേ. സോ അത് തന്നെയാണല്ലോ അതിന്റെ ഒരു ഒരു അത് തന്നെയാണല്ലോ അത് ഉദ്ദേശിക്കുന്നത്. ഒരു ആകാശത്ത് നിന്നുള്ളൊരു ശബ്ദം എന്നാണ് അവർ ഓർക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചങ്ങാതി എന്ന് പറയുന്ന ഒരു സ്പോൺസർഡ് പ്രോഗ്രാം വളരെ ആ ഒരു പ്രോഗ്രാമിൽ ഞങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. സാറും അവിടെ ആകാശവാണിയുടെ പല ഉദ്യോഗസ്ഥരും ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. സംസാരിക്കുന്നുള്ളതാണ്. അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ പറയും. അവരുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞാൽ മതി അവർക്ക്. ഒരുപാട് അനുഭവങ്ങളുണ്ട് അങ്ങനെ. നമ്മൾ റേഡിയോ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴത്തേക്കിന് ഈ പറയുന്ന സമയത്ത് അവരെ നമ്മൾ കാണുന്നുണ്ടാവില്ല, ഫോണിലൂടെ ആയിരിക്കും അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ അവർ നമ്മുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അല്ല, ചിലരത് കാണാനും ആഗ്രഹിക്കുന്നില്ലായിരിക്കാം നേരിൽ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർ ആ പ്രശ്നങ്ങൾ ഇനി ഒരിക്കലും കാണില്ലല്ലോ നേരിൽ, അങ്ങനെയുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം ചിലർ മനസ്സോർന്ന് സംസാരിക്കുന്നത്. ഓക്കെ. ഇത്രയും വർഷത്തെ അനുഭവം തിരിഞ്ഞു നോക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു ചലഞ്ച് ആയിട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളോ എന്തെങ്കിലും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന റേഡിയോയുടെ എന്തെങ്കിലും സാധ്യതകളോ പറ്റി ചിന്തിച്ചു? ഒരുപാട് ഞാൻ 3-4 കൊല്ലം പ്രഭാതവേദി ചെയ്ത സമയത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ വളരെ ഈ എന്താണ് ഇങ്ങനെ പ്രസ്സിംഗ് ആയിട്ടുള്ള ജനങ്ങളുടെ വളരെ അവരെ വളരെ കഷ്ടപ്പെടുന്ന പ്രശ്നങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയും അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാകുമ്പോഴത്തേക്കിനും അവർക്കുണ്ടാകുന്ന സന്തോഷവും. ഒഫീഷ്യൽസ് പോലും നമ്മളെ വിളിച്ചിട്ട് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. പ്രഭാതവേദി എന്നുള്ള പ്രോഗ്രാമിന്റെ വെച്ചാൽ വളരെ ഉൾനാടൻ പ്രദേശങ്ങളിൽ പോയി അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ തികഞ്ഞു പിടിച്ചെടുത്തുകൊണ്ട് വന്നാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ പല അധികാരികൾ നമ്മൾ പറയുമ്പോഴാണ് അവർ പോലും ഇതിനെക്കുറിച്ച് അവെയർ ആവുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും, അവർക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമായിരിക്കും, പക്ഷെ അറിയപ്പെടാതെ പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ റേഡിയോകളൊക്കെ കൂടുതൽ വരണമെന്ന് റേഡിയോ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പൂർണ്ണ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ സമയം ലിമിറ്റഡ് ആണല്ലോ. അപ്പം ജനറലായിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വളരെ മൈക്രോ ലെവലിലേക്ക് ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ പോയി ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലും ഇടപെടാൻ ഇതുപോലെ ഒരു പ്രോഗ്രാമേ കാണത്തുള്ളൂ. അതേസമയം റേഡിയോ അവിടെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരുവാനും അത് അന്നേരം സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അത് കമ്മ്യൂണിറ്റി റേഡിയോ ഫോർ ദ കമ്മ്യൂണിറ്റി ബൈ ദ കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ കമ്മ്യൂണിറ്റി റേഡിയോ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ അതാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്, ഈ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റി റേഡിയോകളാണ്. ഓരോ സമൂഹത്തിന് അവരുടേതായ റേഡിയോ. അപ്പൊ അവർ അവരുടേതായ പ്രശ്നങ്ങൾ, നാഷണൽ റേഡിയോ ഉണ്ടാവും, അവർ ആയിട്ടുള്ള ഇഷ്യൂസും കുറെ കൂടെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസും അവർ ഡീൽ ചെയ്യുമ്പോൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലേക്ക് ഇവർ താഴ്ന്നിറങ്ങും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ വളരെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ യാത്ര ചെയ്യാറ്. പലപ്പോഴും കിട്ടിയിട്ടുള്ള പല ഇൻഫർമേഷൻ പ്രോഗ്രാം ആക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് വിടും. അത് നമ്മൾ എങ്ങനെ ഇൻഫ്ലുവൻസ് വെച്ച് അത് സോൾവ് ചെയ്ത് കൊടുത്ത് പിന്മാറുകയാണ് ചെയ്യുന്നത്. പബ്ലിസിറ്റി കൊടുത്ത് അതിനെ കൂടുതൽ വഷളാക്കാൻ താല്പര്യപ്പെട്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടേണ്ടതായിട്ട് വരും. ഒരു ഇൻഫ്ലുവൻസിൽ അത് സാധിച്ചു കൊടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ അത് ആരും അറിയാതെ അങ്ങ് നടന്നു പോകും. അതാണ് പലപ്പോഴും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ എല്ലാ മാധ്യമ പ്രവർത്തകരും സംഭവിക്കുന്നതാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ നേരിടുന്ന ചലഞ്ചസ് ആണ് ഇതൊക്കെ. അതൊരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു പാർട്ട് ആൻഡ് പാർസലായിട്ട് കണ്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ്. ഞാനിങ്ങനെ കേട്ട് ഒരിക്കൽ വാർത്ത വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനം അതിന് വാർത്തയ്ക്ക് മുമ്പ് ആഹാരം കഴിക്കാൻ പോയിട്ട് കൂടെ ഉണ്ടായിരുന്ന ആള്, അദ്ദേഹം വായിച്ച് അവസാനം വന്ന സമയത്ത് ഒരു പോയ ആൾക്ക് ഒരു അപകടം ഉണ്ടായി, അദ്ദേഹം ഇന്നില്ല. കൂടെയുള്ള ആളുകളുടെ വാർത്തകൾ പോലും വായിക്കുന്നത് ഒരു ചലഞ്ചസ് ആയിട്ടൊക്കെ വന്ന അനുഭവങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്? നമ്മളപ്പം ഞാൻ ഒരു ലൈവ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ, ഞാനും കൂടെ ഒരു ലൈവ് പ്രോഗ്രാം ചെയ്തു. ഞാൻ ഹോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഡോക്ടർ ഇങ്ങനെ രോഗികളുടെ സംശയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം പറയുന്ന സമയത്ത് ഈ ഡോക്ടർ ഇമോഷണലായിട്ട് അങ്ങ് ഫെയിന്റ് ആയി വീഴുകയാണ്. അപ്പോ അവിടെ ഞാൻ പതറിയാൽ ആ പ്രോഗ്രാമാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത് റേഡിയോ ആയതുകൊണ്ട് ആരും കാണുന്നില്ല, ദേഹം ബോധം കെട്ട് എൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ ചാരി കിടക്കുന്നു എന്നുള്ളത് റെക്കോർഡിംഗ് ബൂത്തിൽ ഇരിക്കുന്നവർ മാത്രമേ കാണുന്നുള്ളൂ, വെളിയിലുള്ള ആരും കാണുന്നില്ല. അപ്പം നമ്മൾ ശബ്ദത്തിൽ ഒരു പതർച്ചയും വരുത്താതെ ആ ലിസണറോടുള്ള ചോദ്യത്തിന് എത്രയും പെട്ടെന്നൊരു നമ്മുടെ രീതിയിലൊരു ഉത്തരം പറഞ്ഞ് ക്ലോസ് ചെയ്ത് ആ പ്രോഗ്രാം ക്ലോസ് ചെയ്ത് ഇദ്ദേഹത്തെ വെളിയിൽ നിന്ന് ആൾ വന്ന് എടുത്ത് മാറ്റുന്ന ഒരു അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരും നമുക്ക്. അത് നമ്മൾ എങ്ങനെയും
അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് പ്രവർത്തിക്കാന്നുള്ളേ ഉള്ളൂ. കൂടുതൽ ലിസണേഴ്സിന് ഇതിന്റെ ഒരു ഷോക്ക് കൊടുക്കാതെ നമ്മൾ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. ഈ പറഞ്ഞ പോലെ അത് വായിക്കുമ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ്. നമ്മളവിടെ പേഴ്സണൽ അല്ലല്ലോ, നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയല്ല, നമ്മൾ അന്നേരം ഒരു സ്ഥാപനത്തെ റെപ്രസെന്റ് ചെയ്ത് ലിസണേഴ്സിന്റെ മുമ്പിലിരിക്കുന്ന ഒരു ഹോസ്റ്റാണ്. നമ്മുടെ റോള് വ്യത്യസ്തമാണ്. ഒരു അവിടെ ബിജു മാത്യു അല്ല ഇരിക്കുന്നത്, ബിജു മാത്യു റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു അവതാരകനാണ് അവിടെ. അപ്പൊ അവതാരകൻ ആ പ്രോഗ്രാം നന്നാക്കി ലിസണേഴ്സിനോടുള്ള കമ്മിറ്റ്മെന്റ് ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മുടെ പേഴ്സണൽ ഗ്രീഫോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഷോക്കോ അവിടെ എക്സ്പ്രസ് ചെയ്ത്. ഓക്കെ, തീർച്ചയായിട്ടും വളരെ ചലഞ്ചിങ് ആണ് പല സാഹചര്യങ്ങളും. ആളുകളോട് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അത് വളരെ കൃത്യമായിട്ടുള്ള ഹോംവർക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി അവരുടെ മനസ്സിൽ വ്യക്തമായ ചിത്രം വരച്ചു കൊടുക്കുക, വലിയ ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക എന്നതാണ് റേഡിയോ പ്രോഗ്രാമിലൂടെ നാം ചെയ്യുന്നത്. ഈ റേഡിയോ ദിനത്തിൽ തീർച്ചയായിട്ടും അത് ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും അതുപോലെ അവരെ എന്റർടൈൻ ചെയ്യുകയും അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ കഴിഞ്ഞ 100 വർഷം റേഡിയോ ചെയ്ത വലിയ കാര്യങ്ങൾ നമുക്ക് മറക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് നമ്മളോടൊപ്പം ഈ റേഡിയോ ദിനത്തിൽ സംസാരിച്ച ഓൾ ഇന്ത്യ റേഡിയോ അസോസിയേഷൻ ഡയറക്ടർ പ്രോഗ്രാം ഹെഡ് ആയിരുന്ന ബിജു മാത്യു സാറ് നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചു. ഫീബ ഓൺലൈൻ്റെ പേരിൽ സാറിനോട് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന്. എന്തെങ്കിലും അവസാനമായി ഞങ്ങളുടെ റേഡിയോ പ്രേക്ഷകരോട് എന്താണ് സാറിന് പറയാനുള്ളത്? എനിക്കും ഇത്രയും നേരം നിങ്ങളുമായിട്ട് സംസാരിക്കുവാനും കുറെ കാര്യങ്ങളെങ്കിലും റേഡിയോയെ കുറിച്ച് പറയാനും സാധിച്ചില്ല. കാര്യം റേഡിയോയെ കുറിച്ച് പറയുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എത്ര നേരം വേണേലും പറയുന്ന സന്തോഷമാണ്. നിങ്ങൾ വിളിച്ചപ്പോഴത്തേക്ക് ഒരു പ്രശ്നമില്ല സംസാരിക്കാതെ പറഞ്ഞു. റേഡിയോയെ കുറിച്ച് റേഡിയോയില് 35 വർഷം റേഡിയോയിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ, അതായത് അതിൻ്റെ ഒരു അനലോഗ് കാലത്തിൽ നിന്ന് ഡിജിറ്റൽ കാലത്തിലേക്ക് ഉള്ള ആ മാറ്റമെല്ലാം കണ്ട് കൂടെ വന്ന ആളെന്നുള്ള നിലയിൽ റേഡിയോയ്ക്ക് വന്നിട്ടുള്ള മുന്നേറ്റം, റേഡിയോ രംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റം, സാങ്കേതികമായും അല്ലാതെയും ഉണ്ടായിട്ടുള്ള മുന്നേറ്റം, കുറെ നാൾ കൊമേഴ്ഷ്യൽ വിഭാഗത്തിൽ ഇരുന്നുകൊണ്ട് വരുമാനത്തിലുണ്ടായ മുന്നേറ്റം ഒക്കെ കണ്ട ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് റേഡിയോ എന്ന് പറയുന്നത് എനിക്ക് എന്താണ് എന്റെ ചങ്കാണ്, ഒരു കളിയുമില്ല. അപ്പോ കഴിഞ്ഞ 100 കൊല്ലം റേഡിയോ നൽകിയ സംഭാവനകൾ എല്ലാവരും വിസ്മരിക്കരുത്. ഇനിയുള്ള വരുന്ന വർഷങ്ങളിലും ഇതേപോലെ തന്നെ ശ്രോതാക്കൾക്ക് വേണ്ട എല്ലാ പ്രയോജനപ്രദമായ പ്രോഗ്രാമുകളുമായി റേഡിയോ ഇവിടെ ഉണ്ടാവും. ഒപ്പം നടക്കുക, ഒപ്പം സഞ്ചരിക്കുക. എല്ലാ ഭാവങ്ങളും പ്രത്യേകിച്ച് എന്നെ വിളിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ്. നമ്മുടെ ഫിബ ഓൺലൈനിൽ വീണ്ടും സാറ് നമ്മളോടൊപ്പം വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് ഈ ഒരു ചർച്ച വളരെ പ്രയോജനകരമായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ info@fibaonline.org എന്ന ഇമെയിൽ ID ഉപയോഗിക്കുക. info@fibaonline.org. Thank you.